ശ്രീരേഖയും യമുന റാണിയും ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള രണ്ടുപേരാണ്. തുടക്കത്തിലൊക്കെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് നിന്നിരുന്ന രണ്ടുപേരാണ്. ഇവർ തമ്മിൽ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മോർണിംഗ് ടാസ്കിന് ശേഷം കീരിയും പാമ്പുമാണ്. കാരണം യമുന ശ്രീരേഖയ്ക്കെതിരെ ഒരു 4-5 ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ബിഗ് ബോസിൽ വന്നതിന് ശേഷം യമുനയ്ക്ക് നേരെ വന്ന എല്ലാ അലിഗേഷൻസിന്റെ ആ ഒരു ബ്ലെയിം യമുന നേരെ എടുത്ത് ശ്രീരേഖയുടെ മണ്ടയ്ക്ക് ഇട്ടുകൊടുത്തു. ഗബ്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ബ്ലെയിം ഷിഫ്റ്റിംഗ്. അതാണ് യമുന അന്ന് ചെയ്തത്. ജിൻഡോയുടെ ബോഡി ഷോ കാണിക്കാൻ പറഞ്ഞതും, പിന്നെ രതീഷിന് ഫുഡ് കൊടുക്കാത്തതും, താക്കോല് ശ്രീരേഖയുടെ ബാഗിൽ നിന്ന് കിട്ടിയതും, പിന്നെ കൂർക്കം വലിച്ചതും, അങ്ങനെ എല്ലാം മൊത്തത്തില് യമുന എടുത്ത് ശ്രീരേഖയുടെ മണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിരുന്നു അന്നത്തെ ആ ഒരു ടാസ്കില്. ആരോപണങ്ങൾ സ്വീകരിക്കാൻ മടിയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് യമുന. ആരോപണങ്ങളെ കൗണ്ടർ ചെയ്ത് നിൽക്കാനുള്ള ഡിഫൻസ് പരിപാടി അത് യമുനയ്ക്ക് അറിയത്തില്ല. സേഫ് ഗെയിം കളിച്ച് നിൽക്കാനേ അറിയത്തുള്ളൂ. അതൊരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ പുള്ളിക്കാരുടെ പാളിച്ച് തന്നെയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ രാവിലെ പുട്ടിന്റെ പൊടി നനയ്ക്കാനോ മറ്റോ യമുന ശ്രീരേഖയോട് പറഞ്ഞു. ശ്രീരേഖയ്ക്ക് നനയ്ക്കാൻ അറിയില്ല എന്ന് പുള്ളിക്കാരി തിരിച്ചു പറയുന്നു. അപ്പൊ യമുന പറയുന്നു അറിയാത്ത ജോലി പഠിക്കുക എന്ന്. ആജ്ഞാപിക്കുന്ന പോലെ ശ്രീരേഖയ്ക്ക് തോന്നി, ആജ്ഞാപിക്കുന്ന പോലെ കണ്ടോണ്ടിരുന്ന എനിക്കും തോന്നി അത് കേട്ടപ്പോ. പിന്നെ മോർണിംഗ് ആക്ടിവിറ്റിയിലും ശ്രീരേഖ യമുനയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ട്, യമുന ശ്രീരേഖയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ലൈവ് കണ്ടവർക്ക് മാത്രമേ പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. മോർണിംഗ് ടാസ്കില് കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് യമുന റാണിയുടെ ഒരു ടോൺ മൊത്തത്തിൽ അങ്ങ് മാറുകയാണ്. എന്നുവെച്ചാൽ കാഷ്വലായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, മൊത്തത്തിൽ അങ്ങ് മാറുകയാണ് ആ ഒരു ടോണ്. ദേഷ്യവും കലിപ്പും ഒന്നുമല്ല, അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുഞ്ഞു പിള്ളേരും വരെ കിണുങ്ങി സംസാരിക്കുന്ന പോലെ അങ്ങ് സംസാരിക്കുകയാണ് യമുന. പിന്നെ അത് കണ്ടിട്ട് ചിരിയല്ല, വല്ലാത്തൊരു ഓക്വേർഡ്നെസ് ആണ് എനിക്ക് തോന്നിയത്. കാരണം റാൻഡംലി ഒരാൾ ഇങ്ങനെ ഒരു പേ പിടിച്ച പോലെ കാണിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. അങ്ങനെ ഒരു പെർഫോമൻസ് ആയിരുന്നു. എന്റെ പൊന്നോ, വിരളിപ്പണി പിടിച്ചോ യമുന ചേച്ചിക്ക് എന്നൊക്കെ ശ്രീരേഖ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ആക്ഷനും കട്ടെന്നും ഒക്കെ പറഞ്ഞ് ഗബ്രി കളിയാക്കുന്നുണ്ട് യമുനനെ. അവിടെയുള്ള എല്ലാവർക്കും, പിന്നെ ലൈവ് കണ്ടവർക്കും എല്ലാവരും ഒരേപോലെ പേടിച്ചു പോയി കാണും യമുന റാണിയുടെ ഈ ഒരു പരകായ പ്രവേശം കണ്ടിട്ട്. ആടുജീവിതത്തിന് പൃഥ്വിക്ക് ഒരു ഓസ്കാർ കൊടുത്തില്ലെങ്കിലും യമുന റാണിക്ക് കൊടുക്കണം ഈ പറഞ്ഞ ഓസ്കാർ. അമ്മാതിരി പെർഫോമൻസ്. എന്റെ പൊന്നോ, നമിച്ച് തന്നിരിക്കുന്നു.